എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാം കേട്ടോ, ആലപ്പുഴയിലേക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആദ്യമായിട്ടാണ് ആലപ്പുഴയിൽ പോകുന്നത്. അപ്പോൾ ഒരു ബൈക്ക് റൈഡാണ്. അപ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ലീവ് കിട്ടിയ ദിവസമല്ലേ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും വഴി കാണാം. ചെറിയൊരു മഴപ്പാച്ചിലുണ്ട് കേട്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. നമ്മൾ ക്യാഷ് എന്തെങ്കിലും കയ്യിൽ വേണ്ട, എപ്പോഴും GPay മാത്രമേ ചെയ്യാറ്. അപ്പം വിചാരിച്ചു ATM കയറിയിട്ട് കുറച്ച് പൈസ എടുത്ത് കയ്യിൽ വെക്കാമെന്ന്. പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബോട്ടിനൊക്കെ നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പൈസ വേണ്ടേ. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് പുറപ്പെട്ട കേട്ടോ. ഫുള്ള് ഇന്ന് മഴയുള്ള ദിവസം തന്നെയാണ്, പക്ഷേ ഇന്നെ പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഇന്നെ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. ആദ്യമായിട്ട് പോകുന്നതാണ് ഇതുപോലെ ബൈക്കിൽ ഒരു ദൂര സ്ഥലത്തേക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അതായത് അയ്യണ്ണ കല്യാണം കഴിക്കുന്നേ വിചാരിച്ചില്ല. ഒന്നാമത്തെ കാര്യം. വേറൊരു കാര്യം, ഇങ്ങനെ യാത്ര പോകുന്ന അല്ലെങ്കിൽ പണ്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉടനീളം കിട്ടുന്ന ആഗ്രഹിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളെ ബൈക്ക് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ആലപ്പുഴയിലേക്കാണ്. അങ്ങനെ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് നേരെ ആലപ്പുഴയിലേക്ക് കേട്ടോ. ചെറിയൊരു മഴപ്പാറ്റിലുണ്ടെങ്കിലും ആ മഴ ആസ്വദിച്ച് പോകുന്നുണ്ടായിരുന്നു. കാരണം ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ റെയിൻകോട്ട് ആദ്യം ഇടാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ചെറിയ മഴയായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഹൈവേയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയും കൂടെ ഉള്ളതുകൊണ്ട് വേറെ തന്നെ ഒരു വൈബായിരുന്നു. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. ബൈക്കിൽ പോകുന്നവർക്ക് അറിയാമല്ലോ അതിൻ്റേതായ ഒരു വൈബ്. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇത്രയും ദൂരം, അതായത് നമുക്ക് ഇവിടെ നിന്നൊരു 1.5 hours വേണ്ടു ആലപ്പുഴേൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഒരു 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. രാവിലെ ഇറങ്ങണം വിചാരിച്ചു, ഒരു 7 മണിക്കൊക്കെ ഇറങ്ങണം വിചാരിച്ചതിന്. പക്ഷെ മഴ വന്ന് അധികം ലേറ്റായി പോയി. അപ്പം ഒരു 8:45 ഇറങ്ങിയിട്ട് ഇതാ ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട്, ഞായറാഴ്ചയല്ല, നമ്മൾ ശനിയാഴ്ചയാണ് പോയത്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു മഴപ്പാറ്റിലുള്ളതുകൊണ്ടായിരിക്കും വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഇപ്പം ഈ പോകുന്ന റോഡൊക്കെ അടിപൊളി റോഡാണ് കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ബ്ലോക്കില്ല, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈ ക്രൗൺ പ്ലാസ, പിന്നെ ലേ മെറീഡിയൻ, അതൊക്കെ എത്താനായിട്ടുണ്ട്. ആ ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ, ഹൈവേയിലൂടെയാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ ബൈക്കിൽ പോയിട്ട് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാട്ടോ. പോവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകണം, ആസ്വദിക്കണം. കാരണം ഓരോ മൊമെൻറ്റും ഈ ഒരു സമയം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ, പിന്നെ തിരിച്ച് കിട്ടുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈഫിൽ ഓരോന്നിങ്ങനെ പ്ലാൻഡായിട്ടും അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ആലപ്പുഴ സീരീസ് അല്ലെങ്കിൽ ആലപ്പുഴ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ.
മഴവിൽ മനോരമേൻ്റെ ഓഫീസ് ഇവിടെ അരൂരാ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി മുന്നോട്ടേക്ക് പോയപ്പോൾ ആ റോഡ് പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം റോഡ് പണിയെടുക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, മഴയും റോഡ് പണിയും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര കുണ്ടും കുഴിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ട്രാവൽ ചെയ്യാൻ, അതായത് ബൈക്കിൽ, പ്രത്യേകിച്ച് ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ റോഡ് ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് ഒരു കുറച്ച് മുന്നോട്ട് വരും, അതായത് ഈ റോഡ് പണി തീരുന്ന വരെ നമ്മുടെ സർവീസ് റോഡ് ഭയങ്കര മോശമായിട്ട് ഉണ്ടായത്. കുണ്ടും കുഴിയും ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ. ഈ റോഡ് പണിയുള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ട്രാവൽ ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം പറ്റിയിട്ടുണ്ടായത്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒറ്റൊരു കാര്യം കൊണ്ട് നമുക്കിപ്പം എന്താ ചെറിയൊരു പ്രശ്നം അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ബാക്കിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നടുവിന് ചെറിയൊരു പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഒരു റൂട്ടിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടാകുക വെച്ചാൽ ചില സമയത്തുണ്ടായി, ചില സമയത്തില്ല. പക്ഷേ അഗേട്ടൻ അങ്ങനെ ഓടിച്ചുകൊണ്ടാ തോന്നുന്നു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ വലിയ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊട്ടുപുര റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടാട്ടോ ഉള്ളത്. അല്ല കേട്ടാ ചളിയറിച്ചിട്ട് വെക്കറ. അയ്യോ, അപ്പൊ എന്റെ ബാക്കിൽ ചളിയുണ്ടോ? ഇവിടെ പക്ഷെ മഴയൊന്നുമില്ല ആലപ്പുഴയില്. ഇത് കണ്ട് ഫുൾ. അയ്യോ, മഴ പെയ്തല്ല പ്രശ്നം, മഴ പെയ്തതിൽ പോകും. മഴ പെയ്തതിൽ പോകുന്നത് മഴ പെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങിയോണ്ട് റോട്ടിൽ കൊണ്ടുപോകുന്നു. കഴിക്കാന്നാ ക്ലാസ്സെല്ലാം താങ്ങിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലുണ്ടായിട്ട് എറണാകുളത്ത് എന്ത് മഴയാ അറിയോ, ഇറങ്ങുമ്പോൾ എല്ലാം മഴയുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാം. വണ്ടി മുന്നിൽ ഇങ്ങനെ കഴിച്ചു പോവാ വേറെ വാ. നല്ലോണം വിശക്കുന്നുണ്ട്. നമ്മളെ എവിടെയെങ്കിലും എത്തിയിട്ട് നിർത്താമെന്ന് വിചാരിച്ചിട്ടാട്ടോ. മുടിയെല്ലാം കെട്ടിയിട്ട് നയിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് ഹെൽമെറ്റ് ഇടുന്നതല്ലേ അധികം കെട്ടുണ്ടാവും. അതാണ് അഗേട്ടൻ്റെ ആസ് യൂഷ്വൽ
ലാസ്റ്റ് പൊറോട്ടയിൽ വെച്ചു. എന്തിനാ നീ പൊറോട്ട കഴിക്കുന്നേ? ഇഷ്ടം ഉണ്ടായിട്ട് വൈകുന്നേരം 4 മണിക്കൊന്നും കഴിക്കാൻ പിന്നെ ചെലവ് ചോദിക്കാം. പിന്നെ പിന്നെ ആരോഗ്യം ശരിയാവും. നല്ല ഉണ്ട് കാണാൻ മുട്ടക്കറിയും പൊറോട്ടയും. ചൂടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി അല്ല കേട്ടാ. നല്ല വെയിലുണ്ട്. ഇനി എവിടെ എങ്ങോട്ടേക്കാ? ഇവിടെ പോകുന്ന വഴിക്ക് ഒരു കയർ മ്യൂസിയം ഉണ്ട്. വെറുതെ കയറുന്നുണ്ട്. ഞാൻ കുറേ കാലമായി. ഓക്കെ, അപ്പം കയർ മ്യൂസിയത്തിൽ നമുക്ക് കയറിയിട്ട് നോക്കാം. അപ്പം നമ്മൾ നല്ലൊരു അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നേരെ ഹൈവേയിലോട്ട് അങ്ങ് വെച്ച് പിടിച്ചിട്ടോ. ചെറിയൊരു വെയിലൊക്കെ ആയി വരുന്നുണ്ട്, കാരണം ഒരു 10 മണി ഒരു 10:30 ഒക്കെ ആയിട്ട്.
ഭയങ്കര ക്ലീനായിട്ട് എല്ലാം കൊണ്ട് നടക്കുന്ന കേട്ടോ. ഒന്നിലും പൊടിയില്ല, കാരണം ഡെയിലി അവർ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുൾ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടാക്കിയ സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സൈലൻസ് ആണ്. പിന്നെ നമ്മൾ കയറിയപ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ഈസി ആയിട്ട് അല്ലെങ്കിൽ കാം ക്വയറ്റായിട്ട് ഓരോന്നിങ്ങനെ നോക്കി കണ്ടങ്ങ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഗാന്ധിജീനെ കയറിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്തിട്ടാവും, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ തേങ്ങേൻ്റെ ഫുൾ, അതായത് വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലതൊക്കെ കളഞ്ഞിട്ട് തേങ്ങേനെ കൊണ്ട് അതിൻ്റെ ചിരട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേ പ്രതിമ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളിത് ബ്രിക്കില്ലേ, അതായത് നമ്മൾ ബ്രിക്ക്, അതായത് ചകിരി ചോറ് എന്ന് പറയും ആ സാധനം കേട്ടോ. അത് നമുക്ക് ചെടിക്കൊക്കെ നല്ല വളമായിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും തണുപ്പ് കിട്ടും ചെടിക്ക്. പിന്നെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കൂൺ കൃഷിയൊക്കെ നടക്കുമ്പോൾ ഈ ചകിരിച്ചോറ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് ഇതുപോലത്തെ ഫ്രെയിംസ് എല്ലാവരെയും ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ മുള്ളം പന്നി അങ്ങനെയുണ്ട്, അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. ഇതെന്ത് സാധനം? ആ, മീൻ തന്നെ. അല്ല, മീൻ തന്നെ ആയിരിക്കും. ആയിട്ടില്ല, ഇതെടുത്തിട്ടില്ല. ശരിക്കും ആ ഒരു ഭയങ്കര ഉത്സാഹമായിട്ട് ഫീൽ ചെയ്യണം. ട്രഡീഷണൽ മെത്തേഡ് അങ്ങനെയാണ് ശരിക്കും ട്രഡീഷണലായിട്ട് ആൾക്കാർ കയറി ഇരിക്കുന്നത്. നമുക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സയൻസ് എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കയറി വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടായിരുന്നു, സെമിനാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് അവളെ തോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചേരിയൊക്കെ ഇങ്ങനെയൊക്കെ കയറി വിരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത് ഓർമ്മയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മൾ ചർക്ക കേട്ടോ. ചർക്ക അതായത് കയ്യിനെ കൊണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ വർഷം കഴിയുമ്പോഴത്തേക്ക് ടെക്നോളജി വളർന്നപ്പോഴത്തേക്ക് ചർക്കയൊക്കെ വന്ന് ശരിക്കും ഈ പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ബാക്കിൽ ഒരു പിക്ചർ ഉണ്ടെങ്കിലും അത് ഒറിജിനലായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചർക്കയുണ്ട്. ഇത് അറാട്ടറി ചർക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർക്കയാണ്. എല്ലാത്തിൻ്റെയും പേരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ഇതാ പുറകിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ കയറ് പിരിയാനും ഓരോ ചർക്കയാട്ടോ യൂസ് ചെയ്യുന്നത്. വ്യത്യാസമുള്ള ചർക്കകളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഡീറ്റെയിൽസിൽ ഹിസ്റ്ററി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കയറ് പിരിക്കേണ്ടത്, കയറ് പിരിക്കുന്നത് ഒരു കലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് ഇപ്പോഴാണ് എനിക്ക് മീൻസ് നമ്മളിങ്ങനെ പറയില്ല, ഓരോ കയറ് എല്ലാത്തിനും ഒരു ചർക്കയല്ല യൂസ് ചെയ്യുന്നത്, പല കയറിനും പല ചർക്കകളാണ് യൂസ് ചെയ്യുന്നത്. മാങ്ങാടൻ 5 തെങ്ങ് കയറ് പിരിക്കുന്ന ചർക്ക. പിന്നെ ഇത് വൈക്കം കയറ് പിരിക്കുന്ന ചർക്ക, അതായത് ഇത് വൈക്കം കയറ് പിരിക്കുന്ന ചർക്ക. പിന്നെ ഇത് ചെറിയ യന്ത്രവൽക്കരണ ചർക്ക, യന്ത്രം ഉപയോഗിച്ചിട്ട്. പിന്നെ ട്രെഡിൽ ചർക്ക. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ ടെക്നോളജി വളർന്ന് വന്നപ്പം അങ്ങനെ മാറി മാറി വന്നതാട്ടോ.
അവിടെ 1 മുതലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്, എല്ലാം സെയിം അല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. മിക്ക സിനിമയിലെല്ലാം 2 ആൾക്കാർ അപ്പുറം നിന്നിട്ട് ഇങ്ങനെ കയറ് വിളിച്ചിട്ടിരിക്കുന്നത് ഒറിജിനലായിട്ട് ഇവിടെ കാണിച്ചു തരുക അറിയില്ല അല്ലേ. വിളിക്കുന്നതൊക്കെ കൂടുതൽ കിഴിഞ്ഞിട്ട് പോലെ നമ്മൾ കയ്യോണ്ട് ആക്കുന്ന ഈ ഒരു കയറിന് എത്രയും ഉറപ്പുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് താഴെ കിടക്കുന്നതൊക്കെ ഇവിടെ താഴെ ഫുൾ നമ്മളെ കൊച്ചിയിലെ ചേരിക്കൊച്ചീൻ്റെ അതിനെ കൊണ്ട് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുൾ താഴെ അങ്ങനെ തന്നെയാണ് ബണ്ട് കെട്ടിയത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തോന്നുന്നത്. നല്ല എല്ലാം ഈ ബോർഡിൽ, അതായത് ഇപ്പം നമ്മളിവിടെ മലയാളികളായ നമ്മളായിട്ടേ ഉള്ളൂ, ബാക്കി ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാട്ടോ. അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ അതാ ബോർഡിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയി എല്ലാം. ഇനിയും കുറച്ച് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ബാക്കിയുള്ള ഇടത്തേക്കൊക്കെ നമുക്കിങ്ങനെ നടന്ന് പോവാം അല്ല കേട്ടോ. സമയം കുറച്ചായി, ഇനിയും നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്. ഫസ്റ്റ് മ്യൂസിയത്തിൽ വന്നിട്ട് ബാക്കിയുള്ളടുത്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. ഈ ഒരു റൂം നിറച്ചുള്ളത് ഇല്ലപ്പാ, ചോരൊന്നുമില്ല, നല്ല അടിപൊളി വീടാണ്. നമുക്ക് ഹോം ടൂർ ചെയ്യാം. വീട്ടിൻ്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ, ടയർ വുഡ് ഹൗസ് എന്നാണ് ഈ വീട്ടിൻ്റെ പേര്. അപ്പോൾ വീട്ടിലേക്ക് സ്വാഗതം. കയറി വരുമ്പോൾ തന്നെ 2 ചെയർ അപ്പുറം ഇരിക്കാൻ വേണ്ടി 2 സോഫ പോലത്തെ, പിന്നെ ഇതാ ഒരു വലിയ ഒരു അത്യാവശ്യം കുഞ്ഞി ഇതാണ് നമ്മളെ അടിപൊളി വീട്. കയറുമ്പോൾ തന്നെ ഇതാ നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഡൈനിങ് ഉണ്ട്. അവിടെ ഇത്രയും കപ്പ് ഉണ്ട്, ഫ്രൂട്ട്സ് വെക്കാൻ കൊട്ടയുണ്ട്, തൊപ്പയുണ്ട്, പിന്നെ ഇതാ വോളിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കയറിനെ കൊണ്ട് സിംഹത്തിനെയൊക്കെ ആക്കിയിട്ടുണ്ട്, നെറ്റിപ്പട്ട ഉണ്ട്, പിന്നെ ഒരു ഫ്രെയിം ഉണ്ട്, ചായ കോഫീൻ്റെ ഒരു കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളായിട്ട് വെക്കാറ്. പിന്നെ ഇവിടെ നല്ല ഷെൽഫ് ഉണ്ട്, താഴെ നല്ല കബോർഡ് സ്പേസ് ഉണ്ട്, താഴെ നല്ല ചുമരില് തന്നെയാണ്. അതിന്റെ മുകളിൽ നമ്മൾ ഈ പേപ്പറിൽ കോട്ട് ചെയ്യാറില്ല, അതേപോലെ ചകിരിനെ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, നല്ല വിശാലമായ ഒരു ബെഡ്റൂം. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഒക്കെ പോലെ ഒരു സ്പേസ് ആക്കിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഫൈൻ, നല്ല രസമുണ്ട്. യോഗ മാറ്റ്, പിന്നെ ഇവിടെ നമുക്ക് പുറമേയൊക്കെ കാണാൻ പറ്റും, 2 ജനലുണ്ട് ആവശ്യത്തിന്. നല്ല രസമുണ്ട്. താഴെ ഫുൾ ചകിരിൻ്റെ മാറ്റാണ് കേട്ടോ, താഴെ ഫുൾ മാറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ മാറ്റൊക്കെ ഇടാറുണ്ട്, അതന്നെ സെയിം ഇവിടെ കാണുന്നുണ്ട്, ഫുൾ ചകിരിൻ്റെ മാറ്റ്. അപ്പോൾ ഈ കുഞ്ഞു വീടെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നല്ല രസമുണ്ട്, നല്ലൊരു കുഞ്ഞു വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാം. ഇവിടെ ഒരു കുടയുണ്ട് കേട്ടോ, കയറിനെ കൊണ്ടുണ്ടാക്കിയതാ, അടിപൊളി. നല്ല കുഞ്ഞു കുടയുണ്ട്, നിച്ചുവിന് പറ്റിയൊരു കുടയുണ്ട്, നമുക്ക് പറ്റിയൊരു കുടയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇവിടെ ഒരു തോണിയൊക്കെ കണ്ടോ. ഇത് തോണിയിൽ ഫുൾ ചകിരി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ പലതരത്തിലുള്ള മാറ്റും ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇതാ കയറുണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ്. ഇതാ ഫുള്ള് ഇവിടെ അതെ മെഷീൻ, അതിനെ ഉദ്ദേശം നമ്മളിപ്പോൾ നെയ്യുമ്പോൾ ഓരോ മെഷീനില്ലേ, അതേപോലെ ഇതാ കയറുണ്ടാക്കുന്ന മെഷീൻ ഉള്ള സ്ഥലം. ഇവിടെ മാസ്ക് ഇട്ടിട്ട് കയറണം എന്നൊക്കെ പുറത്തിങ്ങനെ ബോർഡ് ഉണ്ടായിരുന്നു. നല്ല പൊടിയായിരിക്കും, അപ്പം ഇവിടെ മസ്റ്റായിട്ട് മാസ്ക് ഉപയോഗിക്കേണ്ട വരും ആൾക്കാർ. വലിയ ഫാക്ടറി പോലെ കയറുണ്ടാക്കുന്ന ഫാക്ടറി. ചൂടിക്കയറ്, കയറ് പലതരത്തിലുണ്ടല്ലോ, പല തടിപ്പിലുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ.